നമസ്കാരം. ഞാൻ പാലാ ബ്രില്യന്റിലെ S20 ബാച്ചിൽ റിപ്പീറ്റ് ബാച്ചിൽ പഠിച്ചിരുന്ന ഷെസിൽ ഷബാബിന്റെ ഫാദറാണ്. എൻ്റെ മകന് ഈ നീറ്റ് 2024 705 മാർക്കാണ് സ്കോർ ലഭിച്ചത്. പാലാ ബ്രില്യന്റിലെ ഒരു പാരന്റ് എന്നുള്ള രീതിയിൽ ഞാൻ 100% കഴിഞ്ഞ ഒരു വർഷം പാലയിലുണ്ടായ അക്കാഡമിക് എൻ്റെ കുട്ടിക്ക് ലഭിച്ച അക്കാഡമിക്സും അതുപോലെ തന്നെ ഹോസ്റ്റൽ ലൈഫ്, ക്യാമ്പസ് ലൈഫ് എല്ലാം 100% സാറ്റിസ്ഫൈഡ് ആണ്. ഇത് നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. 2-3 കാര്യങ്ങളാണ് ഇതുമായി ബന്ധിപ്പിച്ച് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, ഒരു റിപ്പീറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ കുട്ടികൾക്ക് അതൊരു സ്ട്രെസ് ഇല്ലാത്ത ഒരു ക്യാമ്പസ് ലൈഫിൽ നിന്ന് കിട്ടുമ്പോഴാണ് അവർക്ക് അവരുടെ സ്വാഭാവികമായ കഴിവുകളെ പുറത്തെടുക്കാൻ കഴിയും. ഒരു 100% ഒരു സ്ട്രെസ് ഫ്രീ ആയ ഒരു ക്യാമ്പസ് ലൈഫ് പോലത്തെ, സാധാരണഗതിയിൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് കോച്ചിങ് സെന്ററുകൾ ഒരു ജയിൽ പോലെയൊക്കെ കുട്ടികൾക്ക് തോന്നുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു അന്തരീക്ഷമാണ് എൻ്റെ മോൻ അവിടെ ഉണ്ടായത്. തീർച്ചയായും ആ ഒരു അന്തരീക്ഷം അവിടെ കിട്ടിയത് കൊണ്ടുകൂടിയാണ് ഇത്രയും നല്ലൊരു സ്കോറിലേക്ക് മോൻ വരാൻ പറ്റിയത്. രണ്ടാമത്തെ, വളരെ നല്ല മികച്ചൊരു ഹോസ്പിറ്റാലിറ്റിയാണ്. നമ്മളൊരു കുട്ടിയെ നമ്മൾ ഒരു സെന്ററിൽ, പ്രത്യേകിച്ച് ഹോസ്റ്റലിൽ ആക്കുമ്പോൾ നമുക്ക് പാരന്റ്സിന് ഒരുപാട് കൺസേൺ ഉണ്ടാവും. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത്, എന്നെ സംബന്ധിച്ചിടത്തോളം 100% അവർ പ്രൊവൈഡ് ചെയ്തൊരു ഹോസ്പിറ്റാലിറ്റി, അത് ഹോസ്റ്റൽ ലൈഫ് ആണെന്നുണ്ടെങ്കിലും ക്ലാസ് റൂമുകളാണെന്നുണ്ടെങ്കിലും മാസങ്ങളോളം അവിടെ നിന്ന് താമസിച്ച് നമ്മൾ വീട്ടിൽ കിട്ടുന്നതിനേക്കാൾ കംഫേർട്ടായ രീതിയിൽ അവൻ്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ, നല്ല ഭക്ഷണം കഴിച്ചുകൊണ്ട് തന്നെ റിലാക്സ് ആയിട്ട് അവർക്ക് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് പഠിക്കാൻ പറ്റി. അതാണ് റിസൾട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. വളരെ നല്ല ഒരു ഹോസ്പിറ്റാലിറ്റി, ഫുഡ്, ഹോസ്റ്റല്, അതേപോലെ തന്നെ മെന്റേഴ്സ്, ട്യൂട്ടർ മെറിൻ ടീച്ചറായിരുന്നു, ട്യൂട്ടർ ഉണ്ടായിരുന്നു. അതേപോലെ ഏഞ്ചിലോ ഹോസ്റ്റലിലെ വാർഡൻ അജിത് സാറ്, അവരെ മക്കളെ നോക്കുന്നത് പോലെ തന്നെയാണ് നമുക്ക് എൻ്റെ മോനെ അവർ ഡീൽ ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സ്ട്രെസ് ഫ്രീ ആയ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് അവന്റെ പഠനം നമുക്ക് സുഖമായി കൊണ്ടുപോകാൻ കഴിയും. രണ്ടാമത്, ഇതിൽ അക്കാഡമിക് സൈഡിലേക്ക് വരുമ്പോൾ, ഞാനൊരു എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപകൻ കൂടിയാണ്. സെന്റ് ഫ്രാൻസിസ് എഞ്ചിനീയറിംഗ് കോളേജിലെ, പാലക്കാട് ജില്ലയിലെ അല്ലമൻ എഞ്ചിനീയറിംഗ് കോളേജിലെ ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്ന അധ്യാപകനാണ്. അപ്പോൾ എനിക്ക് അക്കാഡമിക്സുമായി ബന്ധിപ്പിച്ച് എനിക്ക് നോട്ട് ചെയ്ത 2-3 കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന്, ഈ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഇ ലേണിംഗ് ആപ്പ് എന്ന് പറയുന്നത് 24/7 എന്നുള്ള രീതിയിൽ അവർക്ക് ഏറ്റവും എക്സ്പേർട്ട് ആയ ഫാക്കൽറ്റീസിനെ, അവരുടെ കൂടെ ഒരു ഗ്രൂപ്പ് ഓഫ് ഫാക്കൽറ്റീസിന്, ഏറ്റവും ഹൈലി പ്രൊഫഷണൽ ആയ ഒരു ഫാക്കൽറ്റീസിന് 24/7 എന്നുള്ള രീതിയിൽ അവൈലബിൾ ആയ ഒരു സിസ്റ്റം. പക്ഷേ ഇന്ത്യയിൽ ഒരു എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ ഇതേ രീതിയിലാണ് ആപ്പിന്റെ ഓരോ ക്ലാസ്സുകളും മറ്റു കാര്യങ്ങളും അതിൽ പ്രൊവൈഡ് ചെയ്യുന്ന സംഗതികളെല്ലാം നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ നോക്കാറുണ്ട്. അത് അവന്റെ പഠനത്തിൽ വലിയ രീതിയിലാണ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഡൗട്ട് ക്ലിയർ ചെയ്യാനും, ക്ലാസ്സുകൾ കൊണ്ട് കേൾക്കാനും, ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കാനും, പരീക്ഷകൾ നടത്താനും ഈ ലേണിംഗ് ആപ്പ് ഈ 705 മാർക്ക് എന്നുള്ള സ്കോറിലേക്ക് അവൻ എത്തിക്കുന്നതിൽ ഗംഭീരമായി പങ്കുവച്ചിട്ടുണ്ട്. ആ കാര്യത്തിൽ യാതൊരു സംശയമല്ല. അത് ഈ പ്ലാറ്റ്ഫോമില്, പ്രത്യേകിച്ച് ഈ ഓൺലൈൻ ഒക്കെ വിദ്യാഭ്യാസ രംഗത്ത് സജീവമായതോടുകൂടി വരുന്ന ഈ ബ്രില്യന്റിന്റെ ഈ ലേണിംഗ് ആപ്പ് എന്ന് പറയുന്നത് ഈ മേഖലയിലെ പകരം വെക്കാനില്ലാത്ത ഒരു സംഗതി തന്നെയാണെന്ന് നിസ്സംശയം പറയാൻ പറ്റും. അതോടൊപ്പം തന്നെ 24/7 എന്നുള്ള രീതിയിൽ അധ്യാപകരുടെ ആ ഒരു ഹെൽപ്പ് അവർക്ക് ആ ഇ ലേണിംഗ് ആപ്പിലൂടെ അവർക്ക് എപ്പോഴും അവൈലബിൾ ആയി, ഒരു ടീച്ചേഴ്സിന്റെ ഒരു നിര തന്നെ, ക്ലാസ്സുകളുടെ ഒരു നിര തന്നെ അവർക്ക് അവൈലബിൾ ആയി കിട്ടുന്നുണ്ട്. അത് പഠനത്തിൽ മാർക്ക് സ്കോർ ചെയ്യുന്നതിൽ ഏറ്റവും നന്നായി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ദെൻ രണ്ടാമത് പറയുന്ന കേസ് എന്ന് പറഞ്ഞാൽ മോഡൽ എക്സാംസ് ആണ്. നമുക്കറിയാം, എൻട്രൻസ് എന്ന് പറഞ്ഞാൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ്. 24 ലക്ഷത്തിൽ പരം കുട്ടികൾ എഴുതിയ ഒരു പരീക്ഷയാണ്. ഒരു ഗവൺമെന്റ് മെഡിക്കൽ സീറ്റ് എന്നൊക്കെ പറയുമ്പോൾ 1,10,10,000 ഒക്കെ സയൻസിന് അടക്കം ആളിന്റെ ലെവലിൽ ഉള്ളൂ. അപ്പൊ സ്വാഭാവികമായി മത്സരം എന്ന് പറയുന്ന സംഗതി ഉണ്ട്. നമ്മളതിനെ അഡ്രസ് ചെയ്തേ പറ്റുള്ളൂ. 24 ലക്ഷത്തോളം വരുന്ന കുട്ടികളിൽ MBBS പഠിക്കാനുള്ള അവസരം ഇന്ത്യയിൽ 1,10,000 വരുന്നുള്ളൂ. അത് തന്നെ ഗവൺമെന്റ് മെറിറ്റ് സീറ്റ് എന്നൊക്കെ പറയുമ്പോൾ 50-60 ഉണ്ടാവുള്ളൂ. അപ്പോ ഈ 24 ലാഖിൽ നിന്ന്, ഇത്രയും സ്റ്റുഡൻസിൽ നിന്ന് ഈ കുട്ടികളെ സോർട്ട് ചെയ്യുന്നത് ഒരു മത്സരത്തിലൂടെ തന്നെയാണ്. ആ മത്സരത്തെ ആരോഗ്യപരമായ രീതിയിൽ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഫലപ്രദമായി ചെയ്യാൻ കഴിയുന്ന സംഗതി. അത് ഏറ്റവും നന്നായി മത്സരമുണ്ട്. ആ മത്സരത്തെ തന്നെ ഏറ്റവും ആരോഗ്യപരമായി കുട്ടികളിലേക്ക് ഒരു കൊണ്ടുവരുന്നതിൽ ബ്രില്യന്റ് വിജയിച്ചിട്ടുണ്ട്. കാരണം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഫെബ്രുവരി മാസം മുതൽ തുടങ്ങിയ മോഡൽ എക്സാമുകൾ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ ഈ
3 മാസങ്ങളിലായി നടന്ന മോഡൽ എക്സാമുകൾ പിന്നെ കൃത്യമായ ഒരു 50-55ഓളം ഓഫ്ലൈൻ എക്സാമുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ പാരന്റ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, കുട്ടികൾ പരീക്ഷ എഴുതുമ്പോൾ സ്വാഭാവികമായും പരീക്ഷകളിൽ ഒരു കയറ്റിറക്കൊക്കെ ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടെ കുട്ടികളെ ഓവർ സ്ട്രെസ്സിലേക്ക് കൊണ്ടുപോകാതെ കുട്ടികളോട് പറയേണ്ടത്, ഇപ്പൊ നമുക്ക് ഇനിയിപ്പോൾ റിപ്പീറ്റിന് ജോയിൻ ചെയ്യുന്ന കുട്ടികളുണ്ട്, അവരുടെ പാരന്റ്സോട് നമുക്ക് പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ കുട്ടികളെ ഒരിക്കലും സമ്മർദ്ദത്തിലേക്ക് കൊണ്ടുപോകരുത്. കുട്ടികളോട് പറയേണ്ടത് അവരുടെ കഴിവിന്റെ മാക്സിമം എടുക്കുക. അപ്പൊ ഞാനൊക്കെ പിന്നെ ഡെയിലി എക്സാം കഴിഞ്ഞാൽ, ഓരോ എക്സാം കഴിഞ്ഞാലും വെബ്എക്സിന്റെ മീറ്റിംഗ് റിസൾട്ട് അനാലിസിസ് ഉണ്ട്. അപ്പൊ ഞാൻ ഒരു മീറ്റിംഗ് പോലും ഞാൻ ആ മിസ്സാക്കിയിട്ടില്ല. എത്ര തിരക്കുണ്ടെങ്കിലും ഞാൻ ആ റിസൾട്ട് അനാലിസിന്റെ മീറ്റിംഗിൽ കയറാറുണ്ട്. അത് ചില എക്സാമിന് നല്ല മാർക്ക് ഉണ്ടാവും, ചില എക്സാമിൽ ചിലപ്പോൾ ഡൗൺ ആവും. മാർക്ക് കൂടുതലാണെങ്കിലും കുറയാണെങ്കിലും ഞാൻ മീറ്റിംഗ് മിസ്സാക്കിയിട്ടില്ല. അപ്പൊ നമ്മൾ ആ മീറ്റിംഗിലൂടെ നമുക്ക് ചില മെസ്സേജുകൾ കിട്ടും. അത് നമ്മൾ കുട്ടികളോട് ആഴ്ചയിൽ 3 ദിവസം നമുക്ക് കുട്ടികളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ കുട്ടികളോട് പറയേണ്ടത്, കുട്ടികൾക്ക് അവർക്ക് പുറത്തെടുക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള മാക്സിമം എഫേർട്ട് എടുക്കുക. ആ മോഡൽ എക്സാമുകളുടെ ഒരു അഡ്മിനിസ്ട്രേഷൻ ആണ്. പ്രത്യേകിച്ച് ഒരു അക്കാഡമിക് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ എനിക്കത് വലിയൊരു അത്ഭുതമായി തോന്നി. കാരണം ലാസ്റ്റ് മാസങ്ങളിലേക്ക് വരുമ്പോൾ 18,000 കുട്ടികളുടെ പരീക്ഷ നടക്കുന്നത്. അതായത് കേരളത്തിലെ ഏറ്റവും മിടുക്കരായ കുട്ടികളുമായിട്ടാണ് മത്സരിക്കുന്നത്. ആ മത്സരം കുട്ടികളിൽ ഒരു ആരോഗ്യപരമായ രീതിയിൽ കൊണ്ടുവരാൻ ബ്രില്യന്റ് കഴിഞ്ഞിട്ടുണ്ട്. ആ മോഡൽ എക്സാം തന്നെയാണ് എൻ്റെ മോന്റെ ഈ റിസൾട്ട് 705 എന്ന് പറയുന്ന സ്കോറിലേക്ക് എത്തിച്ചതിന്റെ ഏറ്റവും പ്രധാനം. കാരണം ആ മോഡൽ എക്സാമിലൂടെ ഏതാണ്ട് എല്ലാ രീതിയിലുള്ള ഡിഫറെന്റ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പറും അവർ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ടഫ് ആയ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, മോഡറേറ്റ് ആയ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, ഈസി ആയ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്, ടൈം മാനേജ്മെന്റ് ഉണ്ട്. ഒരു 3 മണിക്കൂറിൽ തന്നെ പരീക്ഷ തീർക്കാൻ പറ്റാവുന്ന രീതിയിൽ. അപ്പൊ കുട്ടിക്ക് ഒറിജിനൽ നീറ്റിലേക്ക് പോകുമ്പോഴേക്കും അത് ഏത് രീതിയിൽ ക്വസ്റ്റ്യൻ പാറ്റേൺ വന്നാലും അവന് ആ ക്വസ്റ്റ്യനെ അറ്റൻഡ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലേക്ക്. പ്രത്യേകിച്ച് നമ്മൾ ഈ നീറ്റിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മളൊരു ഡിസ്ക്രിപ്റ്റീവ് മോഡലിൽ +2 SLC വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷം ഒരു ഒബ്ജക്റ്റീവ് മോഡലിലേക്ക് കുട്ടികൾ മാറുമ്പോൾ, ഒരുപക്ഷെ +2 നന്നായി പെർഫോം ചെയ്ത കുട്ടികൾക്ക് പോലും പിന്നെ ആ ഒബ്ജക്റ്റീവ് തലത്തിലേക്ക് മാറുമ്പോൾ വേണ്ടത്ര രീതിയിൽ ക്ലിക്ക് ആവാൻ സാധ്യത ഇല്ലാത്ത കുട്ടികളുണ്ടാവും. പക്ഷെ ഇവിടെ ഈ റിപ്പീറ്റഡ് ആയി വരുന്ന ഈ മോഡൽ എക്സാമുകളിലൂടെ കുട്ടികൾ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായും അവർ അതിനോട് വളരെ സിൻക്രണൈസ് ചെയ്യണം. കാരണം ഇങ്ങനെ ഓരോ എക്സാമുകൾ വരുമ്പോൾ അതോടൊപ്പം തന്നെ ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും പോസിറ്റീവായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞ മത്സരമുണ്ട്. ആ മത്സരം കൃത്യമായി പാരന്റ്സും കുട്ടികളിലേക്ക് സമ്മർദ്ദം ഉണ്ടാകും. ആ സമ്മർദ്ദത്തെ നമുക്ക് മറികടക്കാൻ പറ്റണം. അത് സമ്മർദ്ദത്തെ ഒരു അനാവശ്യമായ മേഖലയിലേക്ക് കൊണ്ടുപോവാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഉത്തരേന്ത്യയിലെ പല സെന്ററുകളുടെയും എൻട്രൻസ് സെന്ററുകളുടെയൊക്കെ പിന്നെ അവരുടെ ഒരു ഓപ്പറേഷൻ നോക്കിയിരുന്നു ഈ സമയത്ത്. കാരണം എങ്ങനെയാണ് അവരൊക്കെ ചെയ്യുന്നത്. സപ്പോസ് ഒരു പരീക്ഷ നടത്തിയിട്ട് അതിൽ ഏറ്റവും ടോപ്പിൽ വന്ന ഒരു 10-15 കുട്ടികൾ ഉണ്ടെങ്കിൽ ആ 10-15 കുട്ടികളെ ഡിഫറെന്റ് ക്ലാസ്സുകളിൽ, സപ്പോസ് ഒരു 10 ക്ലാസ് ഉണ്ടെങ്കിൽ ആ 10 ക്ലാസ്സിൽ ഒരു എക്സാം കണ്ടക്ട് ചെയ്തു. ആ എക്സാമിൽ ടോപ്പിൽ വന്ന കുറച്ച് കുട്ടികളെ മാത്രം സോർട്ട് ചെയ്തിട്ട് അവരെ വേറെ ക്ലാസ്സിലേക്ക് മാറ്റി. പിന്നീട് അത് കുട്ടികളിൽ അനാവശ്യമായ സമ്മർദ്ദം ഉണ്ടാക്കും. ബ്രില്യന്റ് ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല. അപ്പൊ എന്റെ മോൻ S20 എന്ന് പറയുന്ന ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ അവൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത മുതൽ അവസാനം വരെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഡേറ്റ് വരെ അവൻ ആ ക്ലാസ് തന്നെയാണ്. ആ ക്ലാസ് മാറിയിട്ടില്ല. എക്സാമിന് മാർക്ക് ഒന്നും ആയിക്കോട്ടെ, മാർക്ക് കൂടുക കൂടെ. ഇത് കുട്ടികളിൽ ഇത് ചെയ്യുമ്പോൾ മീൻസ് കുട്ടികളെ അവരുടെ ക്ലാസ്സിൽ നിന്ന് മാറ്റി അപ്പൊ അടുത്ത എക്സാമിൽ സ്കോർ ചെയ്യാൻ പറ്റുമോ, അനാവശ്യമായ ടെൻഷനിലേക്ക് പോകും. എന്നാൽ ബ്രില്യന്റ് ചെയ്യുന്നത് എല്ലാ കുട്ടികളെയും ഒരേപോലെ ഡീൽ ചെയ്യുന്നത്. അതാണ് ഏറ്റവും പ്രധാനം. എല്ലാ കുട്ടികളെയും ഒരേപോലെ ഡീൽ ചെയ്യുന്നത്. എക്സാമിന്റെ മാർക്കിനെ ഡിപ്പെൻഡ്, മോഡൽ എക്സാമിന്റെ മാർക്കിനെ അതല്ലെങ്കിൽ +2ന്റെ മാർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല. അപ്പൊ ഈ കുട്ടികളെ ഒരേപോലെ ഡീൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ കുട്ടികൾക്ക് അവരുടെ കഴിവിന്റെ പരമാവധി പിന്നെ എഫേർട്ട് പുറത്തേക്ക് എടുക്കാനും നല്ല രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പ് കുട്ടികൾക്കിടയിൽ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മോഡൽ എക്സാം. അതുപോലെ എക്സാമിന്റെ അഡ്മിനിസ്ട്രേഷൻ അത് പറഞ്ഞേ പറ്റുള്ളൂ. കാരണം എക്സാമിന്റെ അഡ്മിനിസ്ട്രേഷൻ 18,000 കുട്ടികളുടെയൊക്കെ പരീക്ഷ നടത്തി 2 മണിക്കൂറിനുള്ളിൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാം. ആ OMR ഷീറ്റ് കുട്ടികളുടെ ലോഗിനിലേക്ക് അപ്ലോഡ് ചെയ്യാം. കുട്ടികളുടെ ലോഗിൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുട്ടികളുടെ ആൻസർ ഷീറ്റ് കാണാം. അതോടൊപ്പം തന്നെ അവർ എത്ര ക്വസ്റ്റ്യൻ തെറ്റി എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. വൈകുന്നേരം അത് വിളിക്കുമ്പോൾ എനിക്ക് തെറ്റിയ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിഞ്ഞിട്ട് തെറ്റിയതാണോ, അതോ സില്ലി മിസ്റ്റേക്ക് ആണോ, അതല്ലെങ്കിൽ എക്സാമുകളുടെ സ്ട്രെസ് വഴി പോയതാണോ, ഇങ്ങനെ ഒരു 10-15ഓളം ലാസ്റ്റ് ഫെബ്രുവരി മുതൽ ഒരു മെയ് 3-ാം തീയതി വരെ ഉള്ള ഒരു എക്സാം പോലും വിടാതെ വന്ന എക്സാം എഴുതിയിട്ടുണ്ട്. ആ എക്സാംസിലൂടെ കയറി വന്നപ്പോഴേക്കും ഇത്തരത്തിലുള്ള ഏതാണ്ട് എല്ലാ പ്രോബ്ലംസെയും സോൾവ് ചെയ്യുന്ന രീതിയിലേക്ക് വന്നു. അപ്പൊ പാരന്റ്സ് ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾക്ക് അവരെ കൊണ്ട് കഴിയാൻ പറ്റാവുന്ന രീതിയിലുള്ള മാക്സിമം എഫേർട്ട് എടുക്കാനുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഇത് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഓരോ കുട്ടിയും ഡിഫറെന്റ് ലെവലാണ്. അവർക്ക് പറ്റാവുന്ന രീതിയിലുള്ള മാക്സിമം എഫേർട്ട് എടുക്കട്ടെ. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഗവൺമെന്റ് സീറ്റ് എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രം മുന്നിൽ വെച്ചിട്ട് റിപ്പീറ്റ് ചെയ്യാനുള്ളത് ചിലപ്പോൾ അത് വിജയിച്ചോണമെന്നില്ല. കാരണം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ട മെസ്സേജ് എന്ന് പറയുന്നത് സീറ്റ് എന്തോ ആയിക്കോട്ടെ, മാർക്ക് എന്തോ ആയിക്കോട്ടെ,
കുട്ടികൾക്ക് അവർക്ക് ചെയ്യാൻ പറ്റാവുന്ന മാക്സിമം എഫേർട്ട് എടുക്കുക എന്നുള്ളതാണ്. ആ എഫേർട്ട് എടുക്കാൻ അതൊന്നും സ്ട്രെസ് ഇല്ലാത്ത രീതിയിൽ ഇവർ നന്നായിട്ട് ഡീൽ ചെയ്യുന്നുണ്ട് ബ്രില്യന്റ് അക്കാഡമിക് അഡ്മിനിസ്ട്രേഷൻ. അപ്പൊ അതിന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം 24 ലക്ഷത്തോളം വരുന്ന ഒരു പരീക്ഷ, അതിൽ പിന്നെ എല്ലാ ഈ മുഴുവൻ കുട്ടികൾക്കും പഠിക്കാനുള്ള MBBS കിട്ടാനുള്ള സാഹചര്യം നമ്മുടെ നാട്ടിലില്ല. ഈ കോമ്പറ്റേറ്റീവായ പരീക്ഷയിൽ ഏറ്റവും ടോപ്പിലുള്ള കുട്ടികൾക്ക് തന്നെയാണ് കിട്ടുന്നത്. ഒരു പക്ഷേ നമ്മുടെ കുട്ടികൾക്ക് ചിലപ്പോൾ ഗവൺമെന്റ് സീറ്റുകൾ കിട്ടാം, അതല്ലെങ്കിൽ സെൽഫ് ഫിനാൻസ് സീറ്റിലേക്ക് പോകേണ്ടി വരും, അതല്ലെങ്കിൽ വേറെ ഓപ്ഷനിലേക്ക് പോകേണ്ടി വരും. എനിവേ ഏത് രീതിയിൽ വന്നാലും നമ്മൾ ഈ ഒരു കൊല്ലം റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളത് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവനെ നിങ്ങൾ വേറെ ഏതെങ്കിലും കോഴ്സിൽ ചേർക്കുകയാണെങ്കിൽ പോലും, സപ്പോസ് നമുക്കറിയാം ഒരുപാട് കുട്ടികൾ വന്ന് എൻട്രൻസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, എല്ലാ കുട്ടികളും MBBS സീറ്റ് കിട്ടിക്കൊള്ളുന്നില്ല, ചില കുട്ടികൾ മറ്റുള്ള ഓപ്ഷനിലേക്ക് പോകും. എനിക്ക് ഈ ഒരു 1 ഇയർ നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു 12, 13, 14 മണിക്കൂറൊക്കെ ഒരു കുട്ടി പഠിക്കാൻ മറ്റുള്ള ഡിസ്ട്രാക്ഷൻ ഒന്നും ഇല്ലാതെ ഒരു പഠിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് മാറുക എന്നുള്ളതാണ്. ആ മാറ്റം അവന് സപ്പോസ് അവൻ ഇപ്പൊ MBBS അല്ല, അതല്ലെങ്കിൽ ഇതുമായി ബന്ധിപ്പിച്ച വേറെ കോഴ്സൊന്നും കിട്ടിയില്ല അല്ല പോകുന്നത്, അവൻ വേറെ മേഖലയ്ക്ക് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിലേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേഖലയ്ക്കാണ് പോകുന്നെങ്കിൽ കൂടി ആ വരാൻ പോകുന്ന അവന്റെ ആ അക്കാഡമിക്സിനെ അതിലേക്ക് നമുക്കറിയാം എല്ലാ ജോലിയും PSC ആണെങ്കിലും UPSC ആണെങ്കിലും എല്ലാ ജോലികളും ഒബ്ജക്റ്റീവ് ഓറിയന്റഡ് എക്സാംസ് ആണ്. അപ്പോൾ ഈ ഒരു സിസ്റ്റമാറ്റിക് ആയ ഒരു സ്റ്റഡിയിലൂടെ വരുന്നത് 10-15 മണിക്കൂറൊക്കെ ഇരുന്ന് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാവരും കൊണ്ടും പറ്റുന്ന കാര്യമല്ല. അതിലേക്ക് കുട്ടികളെ കൊണ്ടുവരികയും കുട്ടികൾ ഈ പറയുന്ന ഈ ആധുനിക ലോകത്തിന്റെ അതിലെ എല്ലാ ഡിസ്ട്രാക്ഷൻസിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ മാറി ഇതിലേക്ക് ഒതുങ്ങിക്കൂടി പഠിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് വരിക എന്നുള്ളത് വലിയ കാര്യമാണ്. അപ്പോൾ ഒരു വർഷം നമ്മൾ +2 കഴിഞ്ഞിട്ട് ഒരു റിപ്പീറ്റ് ചെയ്തത് കൊണ്ട് നമുക്ക് അതിൽ ഒരു നഷ്ടമല്ല. അത് ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വരാനിരിക്കുന്ന നാളുകളിൽ ഉള്ള അവൻ ഏത് കോഴ്സിന് പോയി കഴിഞ്ഞാലും അവന്റെ ജീവിതത്തിൽ അത് പിന്നെ തീർച്ചയായിട്ടും അത് ഉപകാരപ്പെടും. അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു സ്ട്രെസ് ഫ്രീ ആയ ഒരു ക്യാമ്പസ് ലൈഫിലൂടെ എന്റെ മോനെ ബ്രില്യന്റിൽ ഈ റിപ്പീറ്റ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് തന്നെ അതേപോലെ തന്നെ മോഡൽ എക്സാമുകൾ, ഈ ലേണിംഗ് ആപ്പുകൾ, പിന്നെ സാർമാരുടെ ഒരു സൈക്കോളജിക്കലി ആയ ഒരു പിന്നെ രീതിയിലാണ് നമ്മൾ കുട്ടികളെ ഡീൽ ചെയ്യുന്നത്. കാരണം കുട്ടികൾ ഒരിക്കലും സമ്മർദ്ദം ഉണ്ടാക്കാത്ത രീതിയിൽ ഇപ്പൊ എനിക്കറിയാം മെന്ററൊക്കെ ഏത് നിമിഷവും എന്ത് കാര്യത്തിലും മറ്റേ ടീച്ചറെ വിളിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ റെസ്പോണ്ട് ചെയ്യും. അവരെ കൺവേ ചെയ്യുന്ന രീതിയിൽ തന്നെ നമ്മളൊരു കോൺഫിഡൻസ് ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ആ പാരന്റ്സിന് ഈ കുട്ടിയുടെ മാർക്കിൽ ഏറ്റവും പ്രധാന റോളുണ്ട്. അത് ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ഓരോ പരീക്ഷ കഴിയുമ്പോഴും ആ പരീക്ഷയിൽ വരുന്ന മാർക്കിനെ ഡിപ്പെൻഡ് ചെയ്താണ് വിളിക്കാറുണ്ട്. ഞാൻ ഒരിക്കലും മറ്റുള്ള കുട്ടിയുടെ മാർക്കിനെ കമ്പയർ ചെയ്തിട്ട് ഇന്ന മാർക്ക് അത്ര അല്ലെങ്കിൽ അവിടെ എത്ര മാർക്കുണ്ട് ഇവിടെ എത്ര മാർക്കുണ്ടെന്ന് പറയാനില്ല. നമ്മളെ കൊണ്ട് അവനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം എഫേർട്ട് എടുക്കാം. തെറ്റിയ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൺസെപ്റ്റ് മനസ്സിലാക്കായിട്ടാണോ, അതല്ലെങ്കിൽ എക്സാമിനേഷൻ ഹാളിലെ സ്ട്രെസ് കാരണമാണോ, ആ പ്രോബ്ലം കൃത്യമായിട്ട് സോൾവ് ചെയ്യുക, ആ പ്രോബ്ലത്തെ അഡ്രസ് ചെയ്യുക, അടുത്ത പരീക്ഷയിൽ വീണ്ടും നോക്കുക. അങ്ങനെ ഗ്രാജുവലി ആയി വരുമ്പോൾ ആ ലാസ്റ്റിലേക്കൊക്കെ വരുമ്പോൾ ഒരു 200-നുള്ളിൽ റാങ്കിലേക്ക് വന്നു, 150-നുള്ളിലേക്ക് വന്നു. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ലാസ്റ്റിൽ എഴുതിയ മോഡൽ എക്സാം, ഇതൊരു ആവറേജ് ഞാൻ നേരത്തെ പറഞ്ഞ 55ഓളം മോഡൽ എക്സാമുകൾ, ആ എക്സാമുകളിൽ ഒരു ആവറേജ് ഒരു 675-ന്റെ അടുത്ത് മാർക്ക് ഞാൻ നോക്കുമ്പോൾ ഈ സ്റ്റുഡൻസ് ലോഗിൽ പോയി എൻ്റെ ആവറേജ് എടുക്കാറുണ്ട്. അവരുടെ 675 അടുത്ത് ആവറേജ് കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റിൽ എനിക്ക് തോന്നുന്നത് മെയ് 1-ാം തീയതിയാണ് പിന്നെ അവനെ വീട്ടിലേക്ക് വരുന്നത്. അത് December 31 വീട്ടിൽ നിന്ന് പോയി. പിന്നെ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 4 മാസം വീട്ടിലേക്ക് വന്നിട്ടില്ല. ആൾമോസ്റ്റ് ഒരു 10-15 മണിക്കൂറോളം നന്നായി പഠിച്ചിട്ടുണ്ട്. ദെൻ മെയ് 1-ാം തീയതി വീട്ടിലേക്ക് അവനെ ട്രെയിനിൽ വരികയായിരുന്നു, വീട്ടിലേക്ക് പിക്ക് ചെയ്ത്. ദെൻ മെയ് 2-ാം തീയതിയാണ് ലാസ്റ്റ് എഴുതിയ മോഡൽ എക്സാം. കാരണം ഞങ്ങളടുത്ത് പട്ടാമ്പിയിൽ MBSൽ ബ്രില്യന്റിന്റെ ഒരു എക്സാം സെന്റർ ഉണ്ട്. അവിടെ കൊണ്ടുപോയി ഞാൻ എക്സാം എഴുതിപ്പിച്ച് തിരിച്ചു വന്നു. അന്ന് കിട്ടിയ മാർക്ക് 705. അതേ മാർക്ക് തന്നെ ഒറിജിനൽ നീറ്റ് എക്സാമിന് കിട്ടി. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ അക്കാഡമിക് അഡ്മിനിസ്ട്രേഷൻ, അതേപോലെ ഹോസ്പിറ്റാലിറ്റി, ക്വാളിറ്റി ഉള്ള ഫുഡ്, മെച്ചപ്പെട്ട സൗകര്യങ്ങൾ, നമുക്ക് അതിന്റെ ഉള്ളിൽ തന്നെ കുട്ടികളെ നമുക്കറിയാം, കുട്ടികൾക്ക് ചെറിയ അസുഖങ്ങൾ വരാം. ഈ എൻ്റെ 1 ഇയറിലും അവർക്ക് പിന്നെ അലർജി പ്രോബ്ലം ഉള്ള ആളാണ്. പക്ഷെ ഒരു രീതിയിലും അവന്റെ ഒരു ഹെൽത്തിനെ അവിടെ ബാധിച്ചിട്ടില്ല. മാത്രമല്ല ഇടയ്ക്ക് ചെറിയ പനികളൊക്കെ ഉണ്ടായപ്പോൾ അവിടെ തന്നെ ഒരു നഴ്സിംഗ് സ്റ്റേഷൻ ഉണ്ട്, അവിടെ ഡോക്ടർ ഉണ്ട്. ഞാൻ പിന്നെ നമ്മളെ കുട്ടിയെ നമ്മൾ വീട്ടിലുള്ളതിനേക്കാൾ വലിയ ഒരു കംഫേർട്ട്, ഒരു അന്തരീക്ഷം അവരവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ അക്കാഡമിക് സിസ്റ്റത്തിലൂടെ പിന്നെ നമ്മൾ പോയി കഴിഞ്ഞാൽ തീർച്ചയായും ഒരു 1 ഇയർ അതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നല്ലൊരു സ്കോറോട് കൂടിയിട്ട് ദെൻ പാസ്സാൻ പറ്റും. പിന്നെ നീറ്റ് ക്രാക്ക് ചെയ്യാൻ കുട്ടികൾക്ക് പറ്റും. എൻ്റെ ഹെൽത്ത് പറയുകയാണെങ്കിൽ എൻ്റെ മോനെ സ്റ്റേറ്റ് സിലബസ് ആണ്. +2 86% മാർക്ക് ഉണ്ടായിരുന്നു. ഇത് എൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റ് ആയിരുന്നു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ 575 മാർക്കാണ് കിട്ടിയത്. ദെൻ സ്കോളർഷിപ്പോട് കൂടിയിട്ടാണ് ബ്രില്യന്റിൽ അഡ്മിഷൻ കിട്ടിയത്. ദെൻ അവരുടെ ക്വാളിറ്റി ഉള്ള ഒരു എഡ്യൂക്കേഷൻ ആണ് എനിക്കവിടെ കിട്ടിയത്. അതുകൊണ്ട് തന്നെ
ഒരു 705 എന്നുള്ളത് അവനെ സംബന്ധിച്ചിടത്തോളം അവനെ അച്ചീവ് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും മാക്സിമം ഒരു എഫേർട്ട്, ഒരു സ്കോർ തന്നെയാണ്. അത് ഞാൻ വളരെ ഹാപ്പിയാണ്. നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ പറ്റാവുന്ന ഒരു സ്കോർ ഉണ്ട്. അതിനെ എന്നെ പിന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ ബ്രില്യൻ ടീമിൽ, എസ്പെഷ്യലി ക്ലാസ് ട്യൂട്ടർ മെറിൻ, അതേപോലെ ഹോസ്റ്റൽ വാർഡൻ അജിത്ത്, ഈ ബാച്ചിന്റെ പിന്നെ കോർഡിനേറ്റർ പ്രദീപ് സാറ്, അതേപോലെ ഇതിന്റെ ഡയറക്ടർ ചാർജ് എന്താണ് സന്തോഷ് സാറ്, എല്ലാവർക്കും എൻ്റെ ബ്രില്യൻ ടീമിനും എൻ്റെ പ്രത്യേകം നന്ദി പറയാണ്. നിങ്ങൾ ചെയ്യുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം ഗ്രാസ് റൂട്ട് ലെവലിലുള്ള മിഡിൽ ക്ലാസ്സിലൊക്കെ താഴെ നിൽക്കുന്ന, എഡ്യൂക്കേഷനിൽ ആദ്യമായിട്ടൊക്കെ ഒരു ഫാമിലിയിൽ നിന്ന് ഡോക്ടറാകാൻ പോകുന്ന അങ്ങനെ ഒരുപാട് ഡോക്ടർമാരെ നമ്മുടെ സമൂഹത്തിൽ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ സൊസൈറ്റിയിൽ വലിയ രീതിയിലുള്ള ഒരു വിപ്ലവം തന്നെയാണ് ബ്രില്യൻ്റ് നടത്തുന്നത്. അത് അതിന്റെ റിസൾട്ടിൽ കാണുന്നുണ്ട്. കാരണം 700 മേലെ അറൗണ്ട് 160 മുകളിൽ പിള്ളേർ കാണുന്നുണ്ട്. ഒരുപക്ഷെ പിന്നെ നമ്മൾ ആൾ ഇന്ത്യ ലെവലിൽ ഇത്രമാത്രം 25,000 സ്റ്റുഡൻസ് മൊത്തം ഉണ്ടാവുന്നു കൃത്യമായിട്ട് അറിയില്ല. പക്ഷെ ആ ഒരു സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് ഒരുപക്ഷെ അലനേക്കാളും അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലെ വലിയ സെന്ററുകളെക്കാളൊക്കെ അപേക്ഷിച്ച് ഈ കുട്ടികളെ പരീക്ഷയ്ക്ക് ഇരുത്തി അതിൽ നിന്ന് ഇത്രയും റിസൾട്ട് ഉണ്ടാക്കിയ ഒരു സ്ട്രൈക്ക് റേറ്റ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇന്ന് ഈ 2024 ഉള്ള ഈ റിസൾട്ട് അനാലിസിസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികളെ പരീക്ഷയ്ക്ക് ഇരുത്തി അവരിൽ നിന്ന് ഏറ്റവും മികച്ച സ്കോറിലേക്ക് കൊണ്ടുവന്ന ആ റേഷ്യോ, ആ സ്ട്രൈക്ക് റേറ്റ് ബ്രില്യന്റിന് അവകാശപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ കേരളത്തിന്റെ ഒരു പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആൾ ഇന്ത്യ ലെവലിലൊക്കെ നടക്കുന്ന കോമ്പറ്റേറ്റീവ് എക്സാമിൽ കേരളത്തിലെ കുട്ടികൾ പെർഫോം ചെയ്യുന്നില്ലാണ്. നമ്മുടെ 4 കുട്ടികൾ 720 മാർക്ക് വാങ്ങി. 700 മുകളിൽ ഏതാണ്ട് പിന്നെ 160ഓളം കുട്ടികൾ വന്നു. ആദ്യത്തെ 1000 റാങ്കിന്റെ ഉള്ളിൽ എന്റെ മോന്റെ റാങ്ക് അഖിലേന്ത്യാ റാങ്ക് 945, OBC 298. ഈ 1000 റാങ്കിന്റെ ഉള്ളിൽ ഏതാണ്ട് നമ്മുടെ പിന്നെ ബ്രില്യന്റിൽ തന്നെ മാത്രം 70ഓളം പിള്ളേരുണ്ട്. അപ്പോ ഈ 2024 നീറ്റ് എന്നുള്ളത് തീർച്ചയായും കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് ഒരു ടേണിംഗ് പോയിന്റ് ആണ്. ആ കാര്യത്തിൽ സംശയമല്ല. ആൾ ഇന്ത്യ ലെവലിൽ നടക്കുന്നില്ല നമ്മുടെ ജിമ്മറിലേക്ക്, അതേപോലെ എയിംസിന്റെ കോളേജുകളിലേക്ക്, അഖിലേന്ത്യാ കോട്ടയിലെ നല്ല കോളേജുകളിലേക്ക്, ഡൽഹിയിലേക്ക് നല്ല പിന്നെ മൗലാന ആസാദ് പോലെയുള്ള ഇന്ത്യയിലെ പിന്നെ വലിയ കോളേജുകളിലേക്ക്, ഹൈ പ്രൊഫൈലുള്ള കോളേജുകളിലേക്ക് നമ്മുടെ കുട്ടികള്, കേരളത്തിലെ കുട്ടികള് ചരിത്രത്തിൽ ആദ്യമായി ഇത്രയും ഗ്രൂപ്പായി കടന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതെല്ലാം ബ്രില്യന്റിന്റെ കുട്ടികളാണ്. തീർച്ചയായിട്ടും അത് അഭിമാനിക്കാം. നമ്മുടെ കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ രീതിയിൽ വിപ്ലവം തന്നെയാണ് ബ്രില്യന്റ് ഉണ്ടാക്കുന്നത്. അതിന് ബ്രില്യന്റിന്റെ എൻ്റെ ടീമിനെയും ഹാർദവമായി ഞാൻ ഒരു പാരന്റ് എന്നുള്ള രീതിയിൽ അഭിനന്ദിക്കുകയാണ്. ഇനിയും നല്ല വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പുതുതായി നീറ്റിന് പഠിക്കാൻ പോകുന്ന കുട്ടികളുടെ പാരന്റ്സിനോട് എനിക്ക് ഒന്നുകൂടി പറയാനുള്ളത്, നീറ്റ് എന്ന് പറയുന്നത് ഈ സ്ട്രെസ് മാനേജ്മെന്റ്, അതോടൊപ്പം തന്നെ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക, അവരിലേക്ക് കൃത്യമായ രീതിയിൽ പോസിറ്റിവിറ്റി നടക്കുക, ഇത്തരം കാര്യങ്ങൾ ഈ ഇവരുടെ സ്കോർ ഉയർത്തുന്നതിൽ നിർണായകമായ ഘടകമാണ്. ഒരിക്കലും കുട്ടികളുടെ അനാവശ്യമായ സമ്മർദ്ദം പഠിച്ചേൽപ്പിക്കരുത്. ഓരോ കുട്ടിക്കും ചെയ്യാൻ പറ്റാവുന്നതിന്റെ മാക്സിമം അവൻ ചെയ്യട്ടെ. ആ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള എഫേർട്ട് കിട്ടും. ആ എഫേർട്ട് അവന്റെ ഭാവിയെ തീർച്ചയായും ആ ഭാവിക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എല്ലാ പാരന്റ്സും അവരുടെ കുട്ടിയെ പിന്നെ നീറ്റുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അതിന്റെ ഓരോ സ്റ്റേജിലും നമുക്ക് പാരന്റ്സിന് ഇടപെടാൻ പറ്റണം. അങ്ങനെ പാരന്റ്സിന് ഈ എന്റെ മോന്റെ ഈ 705 സ്കോറിൽ എനിക്കൊരു പ്രധാന റോളുണ്ട് പാരന്റ്സ് എന്നുള്ള രീതിയിൽ. ഇപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുട്ടിയുടെ പഠനത്തിൽ പാരന്റ്സിന് കൃത്യമായ ഒരു റോളുണ്ട്. ആ റോള് നമ്മൾ നിർവഹിക്കുകയാണെങ്കിൽ തീർച്ചയായും ഓരോ കുട്ടിയെയും അതിന്റെ ഏറ്റവും മികച്ച പൊട്ടൻഷ്യൽ പുറത്തെടുക്കാൻ കഴിയും. അങ്ങനെ ആ കുട്ടിക്ക് ചെയ്യാൻ പറ്റാവുന്ന മാക്സിമം എഫേർട്ട് അവൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ റിസൾട്ട് നമ്മളെ നല്ല വിവരങ്ങളിൽ കൊണ്ട് ചെന്നെത്തിക്കും. എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചു കൊണ്ട് നിർത്തുന്നു. നന്ദി. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യന്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.